വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസി. എല്ലാവരും പെരുന്നാളൊക്കെ ആഘോഷിക്കുന്ന തിരക്കിലായിരിക്കും. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ പെരുന്നാളിനൊരു മധുരം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എളുപ്പത്തിലുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇപ്പം മാങ്ങയുടെ സീസണാണ്. തീ പോലും കത്തിക്കേണ്ട 5 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയുക. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള നല്ല ഫ്ലേവറുള്ള മാങ്ങ വേണം ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കാൻ. അപ്പോഴേ നല്ല മാങ്ങയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഈ ഒരു പുഡിങ്ങിന് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഈ 2 മാങ്ങ എടുത്തിട്ടുള്ളത് 1 ലിറ്റർ പുഡിംഗ് ട്രേ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 1 ലിറ്റർ എന്ന് പറയുന്നത് ഒരു 8-10 ആൾക്ക് കഴിക്കാനുണ്ടാവും. ആ 2 മാങ്ങയും ഞാൻ തൊലി കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി മിക്സിയുടെ മീഡിയം ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് ഈ മാങ്ങ നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പ്യൂരി പോലെ ആക്കിയിട്ട് എടുക്കുക. ഞാൻ പറഞ്ഞില്ലേ നല്ല കളറുള്ള മാങ്ങ വേണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കളറുള്ള പ്യൂരി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പ്യൂരിയിൽ പകുതി പ്യൂരി ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് കൂടെ പാല് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഒരു ലൂസായിട്ടുള്ള ജ്യൂസ് പോലെ ആക്കി സൈഡിൽ വെക്കുക. വേറെ ഒരു ബൗളിൽ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് മാങ്ങയുടെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് വിപ്പ് ചെയ്തിട്ട് എടുക്കുക. ഒരുപാട് തിക്ക് സ്റ്റിഫ് പീക്കൊന്നും ആവണ്ട. ഒരു മീഡിയം ഒരു പീക്കൊക്കെ വരുന്ന ഒരു സമയമില്ലേ, ഇതാ ഈ ഒരു ലൂസായ പോലത്തെ, എന്നാൽ ഇതേപോലെ വിപ്പായിട്ടുള്ള ആ ഒരു പാകം വരെ ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കുക. മധുരമുള്ള വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ ഞാൻ വേറെ പഞ്ചസാര ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. നിങ്ങളുടെ കയ്യിൽ മധുരമില്ലാത്തതാണെങ്കിൽ പഞ്ചസാര ചേർക്കുക. എന്നിട്ട് ബാക്കിയുള്ള ആ മാംഗോ പ്യൂരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഞാൻ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി മധുരം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്നും കൂടെ ഫ്ലേവർ കൂടിയിട്ട് വരും. എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതൊരു ലൈറ്റ് യെല്ലോ കളറുള്ള മാംഗോ ക്രീമായിട്ട് വരും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ലെയർ. ആദ്യത്തെ ലെയർ നമ്മൾ മാംഗോ പ്യൂരി റെഡി ആക്കിയിട്ടുണ്ട്. രണ്ടാമത്തത് മാംഗോ ക്രീം. മൂന്നാമത്തതായിട്ട് നല്ല പഴുത്തിട്ടുള്ള ഒരു മാങ്ങ ചെറുതാക്കി ഇതുപോലെ നുറുക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുക. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ജ്യൂസ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാംഗോ പൾപ്പില്ലേ, അതിൻ്റെ അകത്ത് ഇതുപോലെ അരികു വശം കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഒന്നിട്ടിട്ട് 2 വശം ഒന്ന് സോക്ക് ചെയ്യുക. എന്നിട്ട് അത് പുഡിംഗ് ട്രേയിൽ നിരത്തുക. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലെയർ വരുന്നത്. അപ്പോൾ കുറച്ച് നമുക്ക് ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു പീസ് നമുക്ക് കടിക്കാൻ കിട്ടും. നല്ല മാങ്ങയുടെ ഫ്ലേവറും ഉണ്ടാവും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ചേർത്തിട്ടുള്ള ആ ഒരു മാംഗോ ക്രീമിൻ്റെ ലെയർ ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു പാകത്തിൽ വേണം മാംഗോ ക്രീം ഉണ്ടാവാനായിട്ട്. ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ വിപ്ഡ് ക്രീമിൻ്റെ ടേസ്റ്റ് ആയിപ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് അടിച്ച് സ്റ്റിഫ് പീക്ക് ആക്കിയിട്ട് എടുക്കരുത്. ഒരു മീഡിയം ആ ഒരു എന്താ പറയുക പീക്സൊക്കെ വരുന്ന ആ ഒരു സമയം വരേക്കും മാത്രം ചെയ്യുക. അപ്പോഴേ ശരിക്കും നല്ല ഒരു ക്രീമിനെസ് ഉണ്ടാവുള്ളൂ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത സംഭവങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്യുക. ആ ഒരു മാംഗോ പ്യൂരിയിൽ മുക്കിയ ബ്രെഡിൻ്റെ സ്ലൈസസ് വെച്ച് കൊടുക്കുക. മേലെ ക്രീം ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ തന്നെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് വലിയ ട്രേയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അളവുകളൊക്കെ കൂട്ടിയിട്ട് എടുത്താൽ മതി. ആ മാംഗോ ക്രീം കൂടെ ഒഴിച്ചിട്ട് ഞാൻ ബാക്കി നേരത്തെ നമ്മൾ അടിച്ച് വെച്ചതിലുണ്ടായിരുന്ന മിക്സിയിലുണ്ടായിരുന്ന പ്യൂരി കുറച്ചുണ്ടായിരുന്നു. അത് ഞാനൊരു കോണിലാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ കോണൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും അതൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉറ്റിച്ച് കൊടുത്തിട്ട് സ്പേളാക്കിയിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. ഞാനിപ്പോൾ അതാ ഇതുപോലെ കുറച്ച് ലൈൻസ് വരച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് വരും. ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് സെർവ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഒരുപാട് ഹാർഡായിട്ടൊന്നുള്ളൊരു പുഡിങ് പോലെ ഒന്നല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ് സ്കൂപ്പിംഗ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല മാങ്ങയുടെ ഫ്ലേവറുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇപ്പോൾ സീസണാണ്, എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അക്കാര്യം ആരും മറക്കരുത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിക്കുക. പെരുന്നാളിന് ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും പറയും വേണം. എല്ലാവർക്കും ഇഷ്ടമായോ എന്തൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും പറയുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.